مقاصد أمورنا. الحمد لله. പരിശുദ്ധമായ ലൈലത്തുൽ ഖദ്റിന്റെ പുണ്യരാവ്, പുണ്യ ലൈലത്തുൽ ഖദ്ർ ഇന്ന് രാത്രിയാണ്. ശരിക്കും ഇത് കേൾക്കുമ്പോൾ ജുമുഅ ദിവസത്തിൽ പറഞ്ഞത് 21-ാമത്തെ രാവിലാണ് എന്ന് പറഞ്ഞു. നബിയുനാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു നമുക്ക് ഇന്ന് ലൈലത്തുൽ ഖദ്റിനെ നൽകുമാറാകട്ടെ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യത്തെ 10 ഭജനത്തിന്റെ ഇഅ്തികാഫിന്റെ നിയ്യത്തോടെ അല്ലാഹുവിന്റെ പള്ളിയിൽ കഴിച്ചുകൂടി. രണ്ടാമത്തെ 10 പ്രതീക്ഷയോടെ മൂന്നാമത്തെ 10 കടക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കാണിക്കപ്പെട്ടു ആദ്യത്തെ 10 പരിശുദ്ധമായ ലൈലത്തുൽ ഖദ്ർ എന്ന്. രണ്ടാമത്തെ 10 ഒടുവിലത്തെ 10 എന്ന് അറിയിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കാണിക്കപ്പെട്ടു അതും ഒറ്റയായ രാവിലാണ് എന്നുകൂടെ. ഒടുവിലത്തെ 10 ഒറ്റയായ രാവിലാണ്, കൂടുതൽ പ്രതീക്ഷിക്കണമെന്ന് അറിയിച്ചു. എല്ലാവരെയും ഇഅ്തികാഫിന് വേണ്ടി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ക്ഷണിച്ചു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എനിക്ക് ലൈലത്തുൽ ഖദ്റിനെ കാണിക്കപ്പെട്ടു. ഞാൻ വെള്ളത്തിലും മണ്ണിലുമായിട്ട് സുജൂദ് ചെയ്യുന്നതായി ഞാൻ കണ്ടു. വഇന്നി ഉരീതുഹാ ലൈലത്തുൽ വിത്ർ. നബിയുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരും സ്വലാത്ത് ചൊല്ലിക്കും ഒരല്പസമയം. നബിയുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എനിക്ക് ലൈലത്തുൽ ഖദ്റിനെ കാണിക്കപ്പെട്ടു എന്ന് പറഞ്ഞു. അത് ഒറ്റയായ രാവിലാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. വഇന്നി അസ്ജുദു സ്വബീഹതഹാ ഫീ ഖീൻ വമാഇൻ. പ്രഭാത സമയമാകുമ്പോൾ ആ സമയത്ത് ഞാൻ വെള്ളത്തിലും മണ്ണിലും സുജൂദിലായി കിടക്കുന്നതായി ഞാൻ കണ്ടു, എനിക്ക് കാണിക്കപ്പെട്ടു. ഇതാണ് ലൈലത്തുൽ ഖദ്റിനെ ഒറ്റയായ രാവിലാണെന്ന് കാണിച്ചു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 21-ാമത്തെ രാവിൽ നിസ്കരിക്കാൻ വേണ്ടി ഒരുങ്ങി ഇബാദത്തിലായി ആ രാത്രി കഴിച്ചുകൂടി. ഇപ്പൊ കഴിഞ്ഞ രാവിലെ ഒരു കാര്യമാണ് ഈ പറയുന്നത്. നമ്മൾ ജുമുഅ ദിവസത്തിൽ പറഞ്ഞു ഇന്ന് രാത്രിയാണെന്ന് പറഞ്ഞു. ഇപ്പൊ പറയുന്നു ഇന്ന് രാത്രിയാണ്, ഇൻഷാ അല്ലാഹ് ഇന്ന് രാത്രി തന്നെയാണ്. ആ ഒരു രാത്രിയെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ആകാശം മേഘാവൃതമായി ശക്തമായി മഴ പെയ്യാൻ തുടങ്ങി, പള്ളി നനഞ്ഞു ഒലിക്കാൻ തുടങ്ങി. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅബ്സർതു ഖീന വൽ മാഅ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിയിൽ നിന്ന് സുബ്ഹിന്റെ സമയം ഇബാദത്തുകൾ കഴിഞ്ഞ് പുറത്തിറങ്ങി വരുമ്പോൾ അവിടുത്തെ നെറ്റിത്തടത്തിലും അവിടുത്തെ മൂക്കിന്റെ തുമ്പിലുമായി മണ്ണ് കലർന്ന വെള്ളം കലർന്ന മണ്ണ് പറ്റിയിരിക്കുന്നതായിട്ട് കണ്ടു. 21-ാമത്തെ രാവിലാണത്. 21-ാമത്തെ രാവിൽ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 23-ാമത്തെ രാവിലാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് അറിയിച്ചതായിട്ട് കാണാം. 25-ാമത്തെ രാവിലാണെന്ന്, 27-ാമത്തെ രാവിലെ 30 നോമ്പുണ്ടോ, 29-ാമത്തെ രാവ് തള്ളിക്കളയേണ്ട നുരുമ്പിച്ചു പോയ ഒരു ചെറിയ ഒന്നുമല്ലാത്ത റമദാന്റെ ഒടുവിലെ തള്ളലല്ല, അതാണ് ഏറ്റവും കൂടുതൽ കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് റമദാന്റെ തുടക്കം മുതൽ ഓരോ രാത്രിയും എത്രയെത്ര ലക്ഷങ്ങളെ അള്ളാഹു നരകത്തിൽ നിന്ന് മോചിപ്പിച്ചോ അതിന്റെ മുഴുവൻ കണക്കും അള്ളാഹു ഒറ്റയടിക്ക് അത്രയും ആളുകളെ കൂടെ മോചിപ്പിക്കുന്നത് ഒടുവിലത്തെ രാത്രിയിലാണ്. അപ്പൊ റമദാനിൽ നമ്മൾ ഒത്തിരി പ്രതീക്ഷിക്കണം ലൈലത്തുൽ ഖദ്റിനെ. റബ്ബ് എന്തിനാണ് ഇങ്ങനെ മറച്ചു വെച്ചത്? എന്നും പ്രതീക്ഷിക്കാനാണ്. ഒടുവിലത്തെ 10 എല്ലാ ഒറ്റയായ രാവുകളിലും പ്രതീക്ഷിക്കാനാണ്. ഇഅ്തികാഫിന്റെ നിയ്യത്തോടെ അല്ലാഹുവിന്റെ പള്ളിയിൽ വന്ന് കിടന്നുറങ്ങുന്ന
ഇബാദത്തെടുക്കുന്ന, ഖുർആൻ ഓതുന്ന സഹോദരന്മാരുണ്ട് നമ്മുടെ പള്ളിയിലും. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. മുഅദ്ദിൻ ഉസ്താദുണ്ട്, ഷഫീഖ് ഉസ്താദുണ്ട്, വല്ലപ്പോഴും കൂടി ഞാനും ഉണ്ട്, കുറച്ച് സഹോദരങ്ങളൊക്കെ ഉണ്ട്. അൽഹംദുലില്ലാഹ്. അള്ളാന്റെ പള്ളിയിൽ കയറുമ്പോഴൊക്കെ നമ്മളെല്ലാവരും ഇഅ്തികാഫിന്റെ നിയ്യത്തോടെ നിയ്യത്ത് വെച്ചിരിക്കണം. ചുരുങ്ങിയ സമയമാണെങ്കിലും അൽഹംദുലില്ലാഹ് വലിയ പ്രതിഫലമാണ്. എന്തിനാണ് ഇങ്ങനെ മാറ്റി മാറ്റി ഓരോ ദിവസം ഒറ്റയായ രാവിൽ പ്രതീക്ഷിക്കാൻ പറഞ്ഞു, വ്യക്തമായൊന്ന് പറയാതെ, ക്ലിപ്തപ്പെടുത്തി പറയാതെ എന്തിനാണ് ഇങ്ങനെ എല്ലാ ഒറ്റയായ രാവിലും പ്രതീക്ഷിക്കാൻ പറഞ്ഞത്? കൂടുതൽ നന്മകൾ ചെയ്ത് പ്രതിഫലം നേടാനാണ്. നമുക്ക് നോക്കാം. മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നു, ശരിക്കും അതൊരു വലിയ അനുഗ്രഹമാണെന്ന്. വ്യക്തമായി ഒരു ദിവസം പറഞ്ഞു തരാത്തത് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണെന്ന്. ഇന്നാണെന്ന് ഉറപ്പിച്ച് ഞാൻ തുടക്കം പറഞ്ഞ പോലെ അങ്ങ് പറഞ്ഞാലോ അതൊരു വലിയ പ്രശ്നം അവിടെ ഉണ്ട്. അതെന്തെന്ന് ചോദിച്ചാൽ, ഇന്നത്തെ രാത്രിയാണെന്ന് വ്യക്തമാക്കി അങ്ങ് തന്നാൽ ശരിക്കും ഈ രാത്രിയിൽ ഏതെങ്കിലും ഒരു സഹോദരന്, ഒരു സഹോദരിക്ക് ഇബാദത്ത് കൊണ്ട് ധന്യമാക്കാൻ പറ്റിയില്ലെങ്കിലോ, നിസ്സാരപ്പെടുത്തി കളഞ്ഞാലോ, അയാളെ രാത്രിയിൽ ചീത്ത വിളിച്ചാലോ, അയാൾ ആ രാത്രിയിൽ മോശത്തരം പ്രവർത്തിച്ചാലോ, ആ സഹോദരി തിന്മ ചെയ്താലോ, വലിയ ദില്ലത്താണ് അവരുടെ ജീവിതം. പരാജയപ്പെട്ടു പോയെന്നാണ് നബി മുഹമ്മദ് മുസ്തഫ. വഖദ് ഊതിയ ഖൈറു കുല്ലുഹു. ആർക്കെങ്കിലും ആ ലൈലത്തുൽ ഖദർ കിട്ടിയാൽ മുഴുവൻ ഖൈറുകളും അവന് ലഭിച്ചു. നബി മുഹമ്മദ് മുസ്തഫ വമൻ ഹുരിമ, ആ ലൈലത്തുൽ ഖദറിനെ ഒരുവൻ തടഞ്ഞു പോയാൽ, ആ ഹുരിമ അവനത് കിട്ടിയിട്ടില്ലെങ്കിൽ, അവനെ നിസ്സാരപ്പെടുത്തിയതിന്റെ പേരിൽ, നിന്ദിച്ചതിന്റെ പേരിൽ അള്ളാഹു അവനുള്ളത് എല്ലാം തടഞ്ഞു കളയും. നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നു, വലിയൊരു അനുഗ്രഹമാണ് ഇത്. വ്യക്തമായി അറിയിച്ചു തരാത്തത് വലിയ അനുഗ്രഹമാണ്. കാരണം ക്ലിപ്തമായി വ്യക്തമായി നിങ്ങൾ അറിഞ്ഞിട്ട് അതിനെ ഗുരുത്തക്കേട് കാണിച്ചാൽ, അതിനെ നിന്ദിച്ചാൽ നിങ്ങൾ ഗുരുത്തക്കേട് കിട്ടും, ശിക്ഷ കിട്ടും നിങ്ങൾക്ക്. അതുകൊണ്ടാണ് ഒരു ഉദാഹരണം മഹാനവരോട് പറഞ്ഞു. പള്ളിയിൽ ഒരാൾ കിടന്ന് ഉറങ്ങുകയായിരുന്നു. ആ സമയത്ത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, പോയി അദ്ദേഹത്തിനെ തട്ടി ഉണർത്താൻ പറഞ്ഞു. നിസ്കരിക്കാൻ വേണ്ടിയാണ്. പള്ളിയിൽ ഇബാദത്തിന്റെ സമയം ബാങ്ക് വിളിച്ചു കേട്ടോ. നല്ല ഉറക്കക്ഷീണമുള്ള ആളെ കിടക്കുകയാണ്. പള്ളിയുടെ ഉള്ളിൽ ഇബാദത്തിന്റെ സമയം, എല്ലാവരും നമ്മളറിയാതെ ഉറങ്ങിപ്പോവും. അലി റളിയല്ലാഹു അൻഹു പോയി തട്ടി വിളിച്ചു. അദ്ദേഹം എഴുന്നേറ്റു. അലി റളിയല്ലാഹു അൻഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, നബിയോരെ, ഇത്ര വലിയൊരു പ്രതിഫലമുള്ള കാര്യത്തിനെ എന്തിനാണ് എന്നെ പ്രേരിപ്പിച്ചു വിട്ടത്? അങ്ങയ്ക്കല്ലേ ഈ പ്രതിഫലം കിട്ടേണ്ടിയിരുന്നത്? ഒരാളെ നിസ്കാരത്തിന് പ്രേരിപ്പിച്ചത്, അയാൾ എഴുന്നേറ്റ് ഇബാദത്തെടുക്കുമ്പോൾ അതിന്റെ പ്രതിഫലം അങ്ങയ്ക്കല്ലേ കിട്ടേണ്ടത്? എന്നെ എന്തിനെതിന് പറഞ്ഞു വിട്ടു എന്ന് ചോദിച്ചു. അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അലിയേ, ആ ഉറക്കക്ഷീണത്തിൽ കിടക്കുന്നവന് ചിലപ്പോൾ കോപം വരും. അവൻ ചാടി എഴുന്നേറ്റിട്ട് ചിലപ്പോൾ ദേഷ്യപ്പെട്ടിട്ട് കയർത്തിട്ട് സംസാരിക്കും. ചിലപ്പോൾ വല്ലാണ്ട് കോപിച്ചിട്ട് വായി തോന്നുന്നൊക്കെ ചിലപ്പോൾ വിളിച്ചു പറയാൻ മനുഷ്യനാണ്. ചില ഉറക്കത്തുനിന്ന് ചിലരേക്ക് വിളിക്കുമ്പോൾ വല്ലാത്തൊരു ഹാലാണല്ലേ? നമ്മളത് ചിന്തിച്ചു നോക്ക്. ഉറക്കത്തിന്റെ സമയത്ത് ആരെങ്കിലും വന്ന് വാതിൽ തട്ടിയാലോ, ഓഹ് കിടന്നോ, ഹാല് മാറിപ്പോകൂലേ? അലിയേ, അദ്ദേഹം ഞാനാണ് പോയി വിളിച്ചതെങ്കിൽ പെട്ടെന്ന് കോപിക്കുമ്പോ ഞാൻ ഷഫീഉൽ വറാ മുഹമ്മദ് മുസ്തഫ, പ്രപഞ്ചത്തിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം, അള്ളാന്റെ ദൂതൻ, അന്ത്യപ്രവാചകനാണ് ഞാൻ. എന്നോട് അയാൾ ദേഷ്യപ്പെട്ടാൽ ഭയങ്കര പ്രശ്നമാണ് അദ്ദേഹത്തിന്. പക്ഷെ അലിയെ, നിന്നോട് ദേഷ്യപ്പെട്ടാൽ അത്ര കൂടി വരില്ല. അതുകൊണ്ടാണ് ഞാൻ നിന്നെ പറഞ്ഞു വിട്ടത്. അലി റളിയല്ലാഹു അൻഹുവിനോട് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ റാസി ഇമാം ഈ സംഭവം പറയുകയാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ലൈലത്തുൽ ഖദറിനെ വ്യക്തമായി പറഞ്ഞു തരാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം. മുത്തഫഖുൻ അലൈഹി ആയ ഒരു ഹദീസിൽ കാണാം, നബിയുനാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അബൂദർ റളിയല്ലാഹു അൻഹു മുത്തിന്റെ മുന്നിൽ വന്നു. നമുക്ക് ഇന്നത്തെ രാത്രിയാണ് ലൈലത്തുൽ ഖദർ, ഇനി അങ്ങോട്ട് വരാം. അബൂദർ റളിയല്ലാഹു അൻഹു മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, ഇത് റമദാനിൽ മാത്രമാണോ ഈ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കേണ്ടത്? അതോ എല്ലാ മാസവും ഉണ്ടോ? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, റമദാനിലാണ് പ്രതീക്ഷിക്കേണ്ടത്. മുൻകാല പ്രവാചകന്മാർക്കൊക്കെ ഉണ്ടായിരുന്ന ഒരു അനുഗ്രഹമാണോ നബിയെ? അല്ല, എന്റെ ഉമ്മത്തിന് മാത്രം. അല്ല നബിയെ, നമുക്കിടയിൽ സ്വഹാബികളായ നമ്മളും
അങ്ങും മാത്രം കിട്ടുന്ന ഒരു അനുഗ്രഹമാണോ, അതോ ഖിയാമത്ത് നാൾ വരെയുള്ള ഇനിയും ഉണ്ടല്ലോ പടച്ചോനെ? നമ്മളൊക്കെ ഖബറിലെത്തിയില്ല, എൻ്റെ ഉമ്മച്ചി ഖബറിലെത്തിയില്ലേ, വാപ്പച്ചി ഖബറിലെത്തിയില്ലേ, അവരൊക്കെ നമുക്ക് പരലോകം പഠിപ്പിച്ചു തന്നവരല്ലേ. നമ്മളും ഖബറിലെത്തി, നമ്മുടെ ശേഷക്കാരും എല്ലാം ഈ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്നു. ഒന്ന് ഓർത്തു നോക്ക്. അത് ശേഷവുമുണ്ടോ നബിയെ? ഖിയാമത്ത് നാൾ വരെ ഉണ്ട് അബൂദറേ. ഇനി അടുത്ത ഹിക്മത്താണ്, നമ്മൾ തമ്മിലുള്ള ഒരു അടുപ്പം വെച്ച് ചോദിക്കാം, നബിയെ അതിന്റെ ഡേറ്റ് ഒന്ന് പറഞ്ഞു തരുമോ? നബിയുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം ദേഷ്യം വന്നു. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഒടുവിലത്തെ 7 ദിവസത്തിൽ പ്രതീക്ഷിച്ചോളണം. ആ 7ന്റെ തുടക്കമാണ് ഇന്ന് രാത്രി. അതുകൊണ്ട് കൂടുതൽ പ്രതീക്ഷിക്കണം. ഇനി മുത്തഫഖുൻ അലൈഹി ആയ ഒരു ഹദീസ് പറയാം. ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. ബഹുമാനപ്പെട്ട നമ്മുടെ ശാഫി മദ്ഹബുകാരനായ ബുഖാരി ഇമാം റളിയല്ലാഹു അൻഹു, മഹാനവറുകളുടെ മുസ്ലിം റളിയല്ലാഹു അൻഹു രണ്ടുപേരും കൂടെ ഒരുമിച്ച് കൂടി റിപ്പോർട്ട് ചെയ്ത ഹദീസ്. രണ്ടുപേരുടെ മുസ്ലിമിലുമുണ്ട് ബുഖാരിയിലുമുണ്ട്. ആ ഹദീസിൽ കാണാം, സ്വഹാബത്ത് സ്വപ്നം കണ്ടു. പലരും, വ്യത്യസ്തരായ പലരും സ്വപ്നം കണ്ടത് ജംഅ ചെയ്ത് ഒരേ സ്വപ്നം മുത്തുനബിയുടെ അടുക്കൽ വന്ന് പറഞ്ഞു, നബിയോരെ ലൈലത്തുൽ ഖദർ ഞങ്ങൾ കണ്ടു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളത് കേട്ടു. എന്നിട്ട് മുത്തായ നബിതങ്ങൾ പറഞ്ഞു, ഒടുവിലത്തെ 7 ദിവസത്തിൽ അതിനെ പ്രതീക്ഷിച്ചോളണം. അതിന്റെ തുടക്കമാണ് ഇന്ന് രാത്രി. അതുകൊണ്ട് ഇന്ന് രാത്രിയാണ് ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കേണ്ടത്. ഓരോ രാത്രിയിലും ഒറ്റയായ രാത്രിയെ തള്ളിക്കളയരുത്. ഓരോ രാത്രികളിൽ നിങ്ങളുടെ പള്ളിയിൽ തന്നെ എപ്പോഴും ഇരിക്കണമെന്നില്ല, കുടുംബത്തോടൊപ്പം ഇരുന്ന് ഇബാദത്ത് മുഴുകിക്കോ. ഇന്നലത്തേനേക്കാൾ ഒരല്പം കൂടെ അമല് കൂട്ടിക്കോ, ഇബാദത്ത് കൂട്ടിക്കോ, ഒരു നന്മ ഒരല്പം ഖുർആനോത്ത് കൂട്ടിക്കോ, ഒരു നന്മ അല്പം കൂടെ ഒന്ന് കൂടുതലാക്കിക്കോ. അള്ളാഹുവിന്റെ പള്ളിയിൽ ഇരിക്കുന്നവർ അങ്ങനെ ആയിക്കോട്ടെ, യാത്രക്കാരങ്ങനെ ആയിക്കോട്ടെ. ഇന്നത്തെ രാത്രി ഇന്നലത്തെക്കാൾ ഒന്ന് പവർ കൂട്ടി ഒരമലും കൂടെ ചെയ്തോ. അടുത്ത ഒറ്റയായ രാവിലെ വീണ്ടും പ്രതീക്ഷിക്കണം. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. അള്ളാഹു സ്വീകരിക്കട്ടെ. ഒരു സ്വലാത്ത്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഒരു സഹോദരൻ 500 രൂപ പള്ളിയിലേക്ക് സംഭാവന. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. ആ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ ഖബറിടം പ്രകാശപൂരിതമാക്കി കൊടുക്കട്ടെ. ജന്നാത്തുൽ ഫിർദൗസ് അല്ലാഹു സന്തോഷിപ്പിക്കുമാറാകട്ടെ. ഈ നന്മ ജാരിയായ സ്വതക്കയാക്കി അതിന്റെ പ്രതിഫലത്തെ ആ ഖബറിടത്തിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. മൈമൂനത്ത് ബീവി ചെത്തവിളാകം കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ പള്ളിയിലേക്ക് 2000 രൂപ സംഭാവന അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. ആ കുടുംബത്തിൽ നിന്ന് ആരൊക്കെ റബ്ബിന്റെ റഹ്മത്തിലെത്തിയോ അല്ലാഹു അവരുടെ റഹ്മത്ത് അല്ലാഹു നൽകട്ടെ, മഗ്ഫിറത്ത് നൽകട്ടെ, ഇത്ഖും മിനന്നാർ നൽകട്ടെ. അവർക്കെല്ലാം അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസ് നൽകട്ടെ. വലിയ ജാരിയായ സ്വതക്കയാക്കി ഈ സമ്പത്തിനെ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, അനുഗ്രഹീത നോമ്പുതുറ ഇന്ന് കിട്ടിയത് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ആ പ്രിയപ്പെട്ട സഹോദരന്റെ അവരുടെ കുടുംബത്തിന്റെ സദുദ്ദേശങ്ങളെ അല്ലാഹു സഫലീകരിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരന്റെ പ്രിയ ഭാര്യ, അവർക്ക് അല്ലാഹു ആഫിയത്തോടെ ദീർഘായുസ്സ് നൽകട്ടെ. രോഗങ്ങൾക്കെല്ലാം പരിപൂർണ്ണ സലാമത്ത് നൽകട്ടെ, പരിപൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ. വലിയ സ്നേഹമുള്ള ഒരു കുടുംബമാണ്. മദ്രസയിലൊക്കെ ഒരു പ്രോഗ്രാം വരുമ്പോൾ നേരിട്ട് അങ്ങ് ഫോൺ പിടിക്കാൻ ഞാൻ പിടിച്ചിട്ട് പറയും, പായസം വേണം പള്ളിയിലെ മദ്രസയിലേക്ക്. ഉടനെ തരാം. എന്തെങ്കിലും ഉണ്ടോ? പായസം ഉണ്ട്. ഉടൻ തന്നെ പള്ളി മദ്രസ കുട്ടികൾക്ക് പായസം കൊടുക്കും. ധാരാളം ഏതൊരു അമല് വന്നാലും പായസം ആ വീട്ടിൽ നിന്ന് വരും. വലിയൊരു സ്നേഹമാണ്. അള്ളാഹുവെ കബൂലാക്കണേ പടച്ചവനെ. ആ കുരുന്നു മക്കളുടെ ദുആയ്ക്കെല്ലാം അള്ളാഹുവെ ഇജാബത്ത് നൽകണേ പടച്ചവനെ. ആ കുടുംബത്തിൽ ഐക്യവും സന്തോഷവും സമാധാനവും നൽകണേ അല്ലാഹ്. ബിസിനസ്സുകളിൽ പുരോഗതി നൽകണേ പടച്ചവനെ. നോമ്പ് തുറപ്പിച്ചതിന്റെ ഫലമായി അള്ളാഹുവെ അവരുടെ സദുദ്ദേശങ്ങളെ സഫലീകരിക്കണേ പടച്ചവനെ. തടസ്സമായി നിൽക്കുന്ന പല കാര്യങ്ങളുണ്ട്, എല്ലാ തടസ്സങ്ങളും നീക്കി സമ്പത്തിൽ അഭിവൃദ്ധി നൽകണേ പടച്ചവനെ. അവർക്കെല്ലാം ഹൈറായ തൊഴിൽ നീ എത്തിച്ചു കൊടുക്കണേ പടച്ചവനെ. മഈശത്തിന്റെ വഴികളെല്ലാം ഇസ്തിഖാമത്താക്കണേ പടച്ചവനെ. ആ കുടുംബത്തിൽ നിന്ന് അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് എത്തിയവർ പ്രിയപ്പെട്ടവർ അവർക്കെല്ലാം അള്ളാഹു ആ നോമ്പുതുറയുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു അവർക്കെല്ലാം ജന്നാത്തുൽ ഫിർദൗസ് നൽകി സന്തോഷിപ്പിക്കുമാറാകട്ടെ. നമ്മുടെ സൈൻലാബ്ദി ഉസ്താദിന്റെ പ്രിയപ്പെട്ട ഭാര്യ ആമിന ഉമ്മയ്ക്ക് വേണ്ടി നമ്മുടെ മദ്രസയിലെ മക്കളും സഹോദരിമാരും 1.5 ലക്ഷത്തോളം ദിക്ർ ചൊല്ലി എന്ന് അറിയിച്ചു. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദി വഅലാ ആലി മുഹമ്മദ്. ആ നന്മകളുടെ പ്രതിഫലം പ്രിയപ്പെട്ട ആമിന ഉമ്മയുടെ ഖബറിടത്തിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. നാഥനായ തമ്പുരാൻ അത് ചൊല്ലിയ പ്രിയപ്പെട്ട മക്കൾക്കും പ്രിയപ്പെട്ട സഹോദരിമാർക്ക് എല്ലാവർക്കും അല്ലാഹു ആയുസ്സിലും ആരോഗ്യത്തിലും ബറക്കത്ത് നൽകട്ടെ.
ദീനിന്റെ സമുദായത്തിന് ഗുണപ്പെടുന്ന പൊന്നുമക്കളാക്കി ആ മക്കൾ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ആ കുടുംബിനികളുടെ കുടുംബജീവിതത്തിൽ അള്ളാഹു ബറക്കത്ത് പ്രദാനം ചെയ്യട്ടെ. ഖുർആനിക കുടുംബമാക്കി അള്ളാഹു സ്വീകരിക്കട്ടെ. ബഹുമാനപ്പെട്ട ജൈലാബി ഉസ്താദിന്റെ പ്രിയപ്പെട്ട ഭാര്യ ആമിനയുടെ ഖബറിടം ജന്നാത്തുൽ ഫിർദൗസ് അള്ളാഹു സന്തോഷിപ്പിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. اللهم صل على محمد وعلى آل محمد أرحم الراحمين يا الله. കൃപയുള്ള പടച്ചവനെ റബ്ബേ, ഞങ്ങൾ ഈ സംഗമത്തെ സ്വീകരിക്കണേ റഹ്മാനെ. ഖൈർ ചൊരിയണേ അല്ലാഹ്. പുണ്യരാത്രികൾ ധന്യമാക്കാനുള്ള തൗഫീഖ് നൽകണം അല്ലാഹ്. ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കണം അല്ലാഹ്. ഞങ്ങൾ ചെയ്ത ഇബാദത്തുകൾ കുറ്റമറ്റതാക്കണം അല്ലാഹ്. വീഴ്ചകളെ പൊരുത്തപ്പെടണം റബ്ബേ. ചുരുക്കം ദിവസങ്ങൾ മാത്രമാണ് ബാക്കി അല്ലാഹ്. ഖുർആൻ ഓതാൻ ഇബാദത്തുകളിൽ മുഴുകാൻ തൗഫീഖ് നൽകണം അല്ലാഹ്. നോമ്പിന്റെ തുടക്കം മുതൽ ഇതുവരെ നോമ്പ് നൽകിയ കുടുംബാദികളെ അനുഗ്രഹിക്കണേ റഹ്മാനെ. ശേഷിക്കുന്ന ദിവസങ്ങൾ അല്ലാഹ് നോമ്പ് തുറക്കി കരുതിയിട്ടുള്ളവർക്ക് അല്ലാഹ് അവരുടെ എല്ലാ അവസരങ്ങളും നീ സഹലാക്കണേ അല്ലാഹ്. സമ്പത്ത് നൽകണേ അല്ലാഹ്. വലിയ പ്രതിഫലം അവർക്ക് നോമ്പ് തുറക്കാർക്കെല്ലാം നീ നൽകണേ റഹ്മാനെ. വിശിഷ്യാൽ ഇന്നത്തെ നോമ്പ് നൽകിയ കുടുംബത്തെ അനുഗ്രഹിക്കണേ അല്ലാഹ്. സന്ദേശങ്ങളെ സഫലീകരിക്കണേ അല്ലാഹ്. അവരുടെ നിയ്യത്തുകൾക്ക് ഖബൂലിയത്ത് നൽകണേ റഹ്മാനെ. സമ്പത്ത് കുറവാക്കല്ല റബ്ബേ. പള്ളിയിലേക്ക് സ്വതഹകൾ നൽകിയവരെ ഖബൂലാക്കണേ റഹ്മാനെ. ഈ രാത്രിയിലെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളുടെ ദുആഇന് ഇജാബത്ത് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമക്കൾ ആബിദീങ്ങളാക്കണം അല്ലാഹ്. മുഖ്ലിസീങ്ങളാക്കണം അല്ലാഹ്. മാതാപിതാക്കളോട് നന്ദിയുള്ള സ്നേഹമുള്ള പൊന്നുമക്കളാക്കണം അല്ലാഹ്. അവർ ചെയ്ത സൽക്കർമ്മങ്ങളെല്ലാം നീ നന്മയ്ക്ക് സബബാക്കണം അല്ലാഹ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ച ഖൈറാത്തുകൾ ഞങ്ങൾക്കെല്ലാം നൽകണം റഹ്മാനെ. അവിടെ നിന്ന് കാവൽ തേടിയ സർവ്വ വിപത്തുകളിൽ നിന്ന് സലാമത്താക്കണം റഹ്മാനെ. ബിഹഖ്ഖിൻ നബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വആലിഹി വസഹ്ബിഹി